ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. മുകുന്ദമാല എന്ന ഭക്തി കാവ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 19ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. ഹേ മർത്യ പരമം ഹിതം ശൃണുതവോ വക്ഷ്യാമി സംക്ഷേപദഃ സംസാരാർണവമാവദുത് ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതാഃ നാനാജ്ഞാനമപാസ്യ ചേതസി നമോ നാരായണായേത്യമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയദ്ദും മുഹുഃ. ഇവിടെ കവി പറയുന്നത്, സംസാരമാകുന്ന അർണവത്തിൽ നമ്മൾ ധാരാളം തിരമാലകളുള്ള ആ അർണവത്തിൽ നമ്മൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഉപായം, ഒരു കാര്യം നമ്മുടെ കവി പറഞ്ഞു തരികയാണ്. അത് ചുരുക്കി പറയാം, കേട്ടുകൊള്ളുക എന്നാണ് കവി പറയുന്നത്. എന്താണത്? പലവിധത്തിലുള്ള അജ്ഞാനങ്ങളെല്ലാം കളഞ്ഞ് മനസ്സിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം നമ്മൾ ഏകാഗ്രതയോടെ ചൊല്ലുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമസ്കാരപൂർവം സമർപ്പിക്കുക, വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ക്ലേശഭൂയിഷ്ടമായ ഈ സംസാരത്തിൽ കിടന്ന് വിഷമിക്കുന്ന ജനങ്ങൾക്ക് അതിൽ നിന്നും കരകയറുവാനുള്ള ഒരു ഉപായം കവി പറഞ്ഞുകൊണ്ട് ആണ് പറയുന്നത്. എല്ലാ അജ്ഞാനങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനുള്ള ഭക്തി കൈക്കൊണ്ട് നമസ്കാരപൂർവം ഓ നമോ നാരായണ എന്ന മന്ത്രം വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന് ഏകാഗ്രതയും അവസാനം സായുജ്യം എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തനായവരും ഉണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാവുന്നവരോ ഉണ്ട്. അങ്ങനെ സായുജ്യവും ജീവൻ മുക്തനായി സ്വയം സിദ്ധിക്കും എന്നർത്ഥം. ഈ നാരായണ ഓ നമോ നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരുന്നാലും ഇത് തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരും നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത് എന്ന് കവി പറഞ്ഞു തരുന്നത്. നമ്മളത് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്കും ആ ജ്ഞാനം ലഭിക്കും, സായുജ്യം ലഭിക്കും എന്ന് പറയുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.